അവരുടേതായ കർമ്മ മണ്ഡലങ്ങളിൽ അവരുടെ സമയം ചിലവഴിച്ച് അവരുടെ കുടുംബം നോക്കിയതിന് ശേഷമാണ് പൊതുപ്രവർത്തന രംഗത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാരാബ്ദങ്ങൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പ്രാരാബ്ദങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അപ്പോൾ അവരെ വിജയിപ്പിച്ചെടുത്താൽ അവർ ജനങ്ങളെ മുന്നിലേക്ക് എത്തും. അവരെ തേടി ജനങ്ങൾ പോകേണ്ടതില്ല. അവരെ തേടി ജനങ്ങൾ പോകേണ്ടതില്ല. അവർ ജനങ്ങളെ തേടി ചെല്ലുന്ന സാരഥികളെയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ആ സാധാരണക്കാരായ പാവപ്പെട്ടവരായ സാരഥികളെ ഏരൂരിലുള്ള ജനത അംഗീകരിക്കും എന്നുള്ള ഉത്തമ വിശ്വാസവും പ്രതീക്ഷയുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി നമ്മുടെ സമയങ്ങളിൽ അതിലാരും വന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വന്നില്ല, അല്ലെങ്കിൽ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താതെ നമുക്കുള്ള സമയങ്ങളിൽ നമ്മുടെ വാർഡിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ കരുതണം. നമ്മുടെ വാർഡിൽ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയെയും ശക്തിപ്പെടുത്തണമെങ്കിൽ, ദേശീയ തലത്തിൽ നമുക്ക് കോൺഗ്രസ് ശക്തി പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശത്ത് നമ്മുടെ പാർട്ടി ശക്തി പ്രാപിക്കണം. രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും തിരിച്ചു വരണമെങ്കിൽ, ഏതാണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മൾ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. അതിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഈ ഒരു മാസക്കാലം തികച്ചില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് ആ തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, അനുജന്മാർ, നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനെയുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ സ്ഥാനാർത്ഥികളെയും പ്രധാന നേതാക്കന്മാരെയും വിവരങ്ങൾ അറിയിപ്പിക്കും. ഇത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും കുറച്ച് ബുദ്ധിമുട്ടുകൾ അതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മാറ്റി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഓഫീസ് നല്ല രീതിയിൽ അത് വാർഡ് 3 ഇളവറാങ്കുഴി മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇടക്കുപാറ. ഈ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഈ ഫ്രണ്ടിൽ ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം. അവർക്കൊരു ഈ ഷാളിട്ടവരെ മുമ്പിൽ ഇരുത്തണം കേട്ടോ. കൈ മനസ്സിലായി ഒന്നുകൂടെ